കാൽ നൂറ്റാണ്ടിന് ശേഷം ഡൽഹി ഭരണം തിരിച്ചുപിടിക്കുകയാണ് BJP. 3-2 ഭൂരിപക്ഷത്തോടെയാണ് BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. തുടർച്ചയായ 3-ാം തവണയും കോൺഗ്രസ് സംപൂജ്യരായി മാറി. ആം ആദ്മി പാർട്ടി വലിയ തിരിച്ചടിയാണ് ഇത്തവണ നേരിട്ടത്. അരവിന്ദ് കെജ്രിവാൾ, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ അവരുടെ മുൻനിര നേതാക്കളെല്ലാം പരാജയം ഏറ്റുവാങ്ങി. വലിയ തിരിച്ചടി തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു. കാൽ നൂറ്റാണ്ടിന് ശേഷം ഭരണം തിരികെ പിടിക്കുകയാണ് BJP. ആം ആദ്മിയെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാജയം അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അവർ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം BJP ആണ് വിജയം കൊയ്തത്. ന്യൂനപക്ഷ മേഖലകളിലെല്ലാം, ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷം ഉള്ള മേഖലകളിലെല്ലാം BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ്. ഗൗതം അനന്തനാരായണൻ നമുക്കൊപ്പം ചേരും. ഡൽഹിയിലെ തിരിച്ചടി ആം ആദ്മിയെ സംബന്ധിച്ച് ഇനിയും ഒരു മടങ്ങിവരവ് സാധ്യമാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ആകെയുള്ള 70 സീറ്റിൽ നിലവിൽ 48 സീറ്റിലാണ് BJP മുന്നേറ്റം തുടരുന്നത്. ആം ആദ്മി പാർട്ടി 22 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വരുന്നത്. BJPയെ സംബന്ധിച്ച് വലിയ വമ്പൻ നേട്ടം തന്നെ. കാൽ നൂറ്റാണ്ടിന് ശേഷം ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഭരണം, അതായത് ഡൽഹിയുടെ ഭരണം BJP നേടുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, അതിൻ്റെ റിസൾട്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയോ? ഇപ്പോൾ എന്താണ് റിസൾട്ടിനെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ കക്ഷിനില? ഗൗതം അനന്തനാരായണൻ. വിനോദ, ഇപ്പോൾ 48 സീറ്റുകളിൽ BJPയും 22 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം വൈകുന്നേരത്തോടു കൂടിയേ കമ്മീഷൻ നടത്തുകയുള്ളൂ. നിലവിൽ സൈറ്റിൽ 48 BJP, 22 ആം ആദ്മി പാർട്ടി എന്നതാണ്. കോൺഗ്രസിന് ഈ തവണയും ഡൽഹിയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. 2015 മുതൽ കോൺഗ്രസിന് ഡൽഹി നിയമസഭയിൽ അംഗങ്ങളില്ല. 2013 8 സീറ്റിൽ വിജയിച്ചിരുന്നു. അതിന് മുൻപ് പലതവണ ഡൽഹി ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഷീലാ ദീക്ഷിതിൻ്റെ നേതൃത്വത്തിൽ 98 മുതൽ 2013 വരെ 15 വർഷക്കാലം അധികാരത്തിലിരുന്ന പാർട്ടിക്കാണ് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്തത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കനത്ത പ്രഹരമാണ്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്നതിലുപരി ആം ആദ്മി രാഷ്ട്രീയം ഇനി നിലനിൽക്കുമോ ഇല്ലയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രമുഖ നേതാക്കൾ കടപുഴകി വീണിരിക്കുന്നു എന്നതാണ് AAP ക്യാമ്പിനെ അമ്പരപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാജയം. ന്യൂഡൽഹി മണ്ഡലത്തിൽ BJPയുടെ പർവേഷ് വർമ്മയാണ് 1200 വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ കെജ്രിവാൾ വീഴും, പർവേഷ് വർമ്മ വീഴ്ത്തും എന്നത് സംബന്ധിച്ചുള്ള പ്രചരണം വളരെ ശക്തമായിരുന്നു. ജനങ്ങൾക്കിടയിൽ പർവേഷ് വർമ്മയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന കാഴ്ച നമ്മൾ നേരിൽ കണ്ടതാണ്. എന്തായാലും പർവേഷ് വർമ്മ ചരിത്രം രചിച്ചുകൊണ്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ചിരിക്കുകയാണ്. പർവേഷ് വർമ്മ മുൻ ഡൽഹി മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ കൂടിയാണ്. 1996 മുതൽ 98 വരെ 2 വർഷക്കാലം ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മ, അദ്ദേഹം പിന്നീട് ഒരു റോഡ് ആക്സിഡന്റിലാണ് 2007 മരണപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ലെഗസി ഏറ്റെടുത്തുകൊണ്ടാണ് പർവേഷ് വർമ്മ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. എന്തായാലും പർവേഷ് വർമ്മ ഒരുപക്ഷെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുന്ന ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വിജയം ഒരു ഭാഗത്ത് BJP ആഘോഷിക്കുമ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിലെ അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തിന്റെ വലിയ ഷോക്കിൽ നിന്നും ആം ആദ്മിയുടെ പ്രവർത്തകർ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നതാണ് വസ്തുത. ഒപ്പം മനീഷ് സിസോദിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ കൂടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് ആധികാരികമായ വിജയം BJP 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹി നിയമസഭയിൽ നേടുമ്പോൾ ആം ആദ്മി രാഷ്ട്രീയത്തിൻ്റെ ഇനിയുള്ള പ്രസക്തിയും നിലനിൽപ്പും തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്യുമ്പോൾ BJP എതിർക്കുന്ന മാധ്യമങ്ങളൊക്കെ പറയുന്നത് കോൺഗ്രസ് ശക്തമായി, അവർക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി കോൺഗ്രസ് ശക്തമായ നിലയിൽ വോട്ട് പിടിച്ചതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ഇത്രയധികം വലിയ തകർച്ച നേരിട്ടത് എന്ന് പറയുന്നു. അത് എത്രമാത്രം അതിനകത്ത് വസ്തുത എന്തെങ്കിലും ഉണ്ടോ? കാരണം ഈ ആം ആദ്മി പാർട്ടി ഉദയം ചെയ്തപ്പോൾ മുതൽ കോൺഗ്രസുമായി എതിർക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഴിമതികൾക്കെതിരെ ജനങ്ങളുടെ മുഴുവൻ വികാരവും ഉൾക്കൊണ്ട് രൂപം കൊണ്ട ഒരു പാർട്ടി കൂടിയാണല്ലോ ആം ആദ്മി പാർട്ടി. അതായത് ഷീലാ ദീക്ഷിതിനെ പോലും പരാജയപ്പെടുത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും എത്തുന്നത്.
അപ്പോൾ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് ശക്തമായി വോട്ട് പിടിച്ചത്? ആം ആദ്മി പാർട്ടിക്ക് വലിയ വിഘാതം സൃഷ്ടിച്ചു എന്നുള്ള വാദഗതിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഗൗതം അനന്തനാരായണൻ? വിനോദ, ഒരു പ്രസക്തിയുമില്ല, കേവലം ചില ആരോപണങ്ങൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായാണ് ഡൽഹിയിൽ മത്സരിച്ചത്. എന്നിട്ട് ഡൽഹിയിലെ 7 സീറ്റിലും BJP ആണ് വിജയിച്ചത്. അപ്പോൾ ഈ വാദത്തിന് ഒരു കാരണവുമില്ലാത്ത ഒരു വാദഗതി എന്ന രീതിയിൽ മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായി ഡൽഹിയിൽ മത്സരിക്കുകയും BJP ഒറ്റയ്ക്ക് മറുഭാഗത്ത് മത്സരിക്കുകയുമായിരുന്നു. ആ ഘട്ടത്തിലും 7 സീറ്റിലും BJP ആണ് വിജയിച്ചത്. ഇന്നിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം കലഹിച്ചു മത്സരിക്കുന്നു. അവിടെയും BJP ജയിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും ആം ആദ്മിയും വ്യത്യസ്തമായാണ് മത്സരിച്ചത്. അപ്പോൾ ആം ആദ്മി പാർട്ടി വിജയിക്കുകയും കോൺഗ്രസിന് അന്നും വട്ടപൂജ്യമാണ്, ഇന്നും കോൺഗ്രസിന് 0 സീറ്റുകൾ തന്നെയാണ്, സീറ്റുകളില്ല. അതായത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി ഡൽഹിയിൽ കോൺഗ്രസിന് സീറ്റില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺഗ്രസിന് വോട്ട് കാര്യമായിട്ട് ഡൽഹിയിലില്ല. കോൺഗ്രസിൻ്റെ പഴയകാല വോട്ടുകളാണ് ആം ആദ്മി പാർട്ടിയിലേക്കും മറ്റുമായി പോയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇത്തവണ മത്സരരംഗത്തുള്ളത് കൊണ്ടാണ് തങ്ങൾ പരാജയപ്പെട്ടത് എന്ന വാദഗതിക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്നതാണ്. കാരണം കോൺഗ്രസുമായി സഖ്യം ചേർന്ന് ഇവർ മത്സരിച്ച് നോക്കി, അതല്ലാതെ പരസ്പര വിരുദ്ധമായി മത്സരിച്ച് നോക്കി. അപ്പോഴെല്ലാം BJP തന്നെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം ഡൽഹിയിൽ BJPക്ക് ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. കാരണം 11 വർഷത്തെ ഈ ഭരണവിരുദ്ധ വികാരം കെജ്രിവാളിനെതിരെ ശക്തമായിരുന്നു. മാത്രമല്ല, അഴിമതി കേസിൽ കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ജയിലിലേക്ക് പോകുന്നു. യമുന നദി ശുചീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലേറിയ കെജ്രിവാൾ ഏറ്റവും ഒടുവിൽ യമുനയിൽ വിഷം കലക്കുകയാണ് ഹരിയാന സർക്കാർ എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പൊറുതിമുട്ടിയിരുന്നു കെജ്രിവാളിനെ കൊണ്ടും ആം ആദ്മിയെ കൊണ്ടും. ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിലെ ജനത ഇത്തരം ഒരു വോട്ടിംഗ് പാറ്റേൺ സ്വീകരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ വ്യക്തമാണ്. ഗൗതം അനന്തനാരായണൻ കൃത്യമായി വോട്ടിൻ്റെ കണക്കുകൾ കൃത്യമായി പറയുന്നു. കോൺഗ്രസ് മത്സരിച്ചത് കൊണ്ടല്ല BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും BJPയും ഒക്കെ ഡൽഹിയിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം വലിയ തിരിച്ചടി ആം ആദ്മിക്ക് നേരിട്ടത് ഭരണവിരുദ്ധ വികാരം കൃത്യമായി അത് പ്രതിഫലിച്ചു. അത് BJP കൃത്യമായി ഉപയോഗപ്പെടുത്തി. BJPക്ക് മിന്നും വിജയം തന്നെ ഇത്തവണ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആകെയുള്ള 70 സീറ്റിൽ 48 സീറ്റിലാണ് ഇപ്പോൾ BJP വിജയപഥത്തിലേക്ക് എത്തുന്നത്. 22 സീറ്റിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് വിജയം. കോൺഗ്രസ്സിന് ഇത്തവണയും 1 സീറ്റ് പോലും നേടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളാണ് ഗൗതം അനന്തനാരായണൻ വിവരിച്ചത്.